നമ്മൾ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് പ്രൊഫസർ ടോം തോമസിനാണ്. ഗുഡ് ഈവനിങ് എവരിബഡി. എൻ്റെ പേര് ടോം തോമസ്. ഞാൻ കോട്ടയം സീമൻസ് കോളേജിൽ 78 to 80 MSc പ്യുവർ കെമിസ്ട്രിക്ക് പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തു 1993 വരെ. 93 to 95 ഞാൻ ദുബൈക്ക് പോയി അവിടെ ഒരു സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്തു. ആ സമയത്താണ് അമേരിക്കയ്ക്കുള്ള വിസ റെഡിയായത്. അങ്ങനെ അവിടെ നിന്ന് അമേരിക്കയിൽ 95 അമേരിക്കയിൽ വന്നു. സീമൻസ് കോളേജിനെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റുഡൻ്റായി ഉള്ള സൗകര്യങ്ങളെല്ലാം എൻജോയ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അധ്യാപകനായിട്ട് 13 വർഷക്കാലം അവിടെ പഠിപ്പിച്ച സമയങ്ങളിലൊന്നും ഏറ്റവും കൂടുതൽ അവിടുത്തെ ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എക്സെപ്റ്റ് ദാറ്റ് ലവേഴ്സ് പാത്ത്. കാരണം എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്ന ഒരു അനുഭവമാണ് സീമൻസ് കോളേജ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സ്റ്റുഡൻറ് ലൈഫിൽ ഉള്ള ഒരു കാര്യം എനിക്ക് എപ്പോഴും ഓർക്കാനുള്ള, പലപ്പോഴും ഞങ്ങളുടെ ഒരു ബസ് ട്രിപ്പിന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ ഫൈനൽ ഇയറിൽ ഞാൻ നാസ്ക് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ആ സമയത്താണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. ഒരു ദിവസം സൂര്യഗ്രഹണം ഉണ്ടായി. അപ്പോൾ സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ അന്ന് എല്ലായിടവും സ്കൂളും കോളേജും എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ആരും വെളിയിൽ ഇറങ്ങുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അങ്ങനെ ഞങ്ങളും മാസ്കത്ത് ഹോസ്റ്റൽ, ഞങ്ങളന്ന് സീനിയേഴ്സാണ്, ജൂനിയേഴ്സ് ഉണ്ട്. അച്ഛൻ്റെ ഉപ്പാപ്പനാണ് ആസ്കത്ത് ഹോസ്റ്റലിലെ ലീഡർ വർഗീസ്. അപ്പം ഞങ്ങളെല്ലാവരും ഫൈനൽ ഇയർ ആയതുകൊണ്ട് ഞങ്ങളെല്ലാം പഠനകാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങൾ പോകുന്ന സമയത്താണ് ഉച്ചയ്ക്ക് ഊണെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ലീഡർ വന്ന് പറഞ്ഞു, നിങ്ങളെ ചേട്ടന്മാരെന്ന് വിളിക്കുന്നു, സീനിയേഴ്സ് എല്ലാം ചേട്ടന്മാരെന്ന് വിളിക്കുന്നു. ഇങ്ങനൊരു സംഭവമുണ്ട്, ഈ സൂര്യഗ്രഹത്തിന് എതിരായിട്ട് നമുക്കൊരു സമരം ചെയ്യണമെന്ന്. അപ്പൊ ഞങ്ങള് അന്ന് താമസിക്കുന്ന സെക്കൻഡ് ഇയർ MSc എന്ന് പറയുന്നത് കൂടി 6-7 പേര് മാത്രമേ കാണൂ. ഞങ്ങളെല്ലാം കോൺട്രോൾ ചെയ്യുവാനെന്നേ പറയുന്നു. അതല്ല ചേട്ടന്മാരെ, നമുക്ക് ഇന്ന് സമരത്തിന് ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ഞങ്ങളുടെ പുറകിലേക്ക് വന്നാൽ മതി, ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇവര് ആസ്പത്രിയിലുള്ള പിള്ളേരെല്ലാവരും കൂടെ സൂര്യഗ്രഹണം മാറ്റി വെക്കുക എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ ഞങ്ങൾ നോക്കിയ ഉടനെ ഈ ആസ്പത്രി ഹോസ്റ്റലിലെ പിള്ളേരെല്ലാവരും എല്ലാവരും കൈലിയും ഷർട്ടും ഉണ്ട്, പിന്നെ തലയിലൊരു കെട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ താഴെക്കൂടെ ഇറങ്ങി, നമ്മുടെ താഴെക്കൂടെ ഇറങ്ങിയ ശാസ്ത്രി റോഡ് വഴിയോട്ട് പോകുന്ന വഴിയുണ്ടല്ലോ, അതുവഴി അങ്ങനെ അങ്ങോട്ട് സൂര്യഗ്രഹണം മാറ്റി വെക്കുക, സൂര്യ മൂരാച്ചി, ഇതൊക്കെയാണ് ഇവരുടെ പിന്നെ മുദ്രാവാക്യം കൂടി. പ്ലേക്കാർഡൊക്കെ ഉണ്ട്. ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പൊ ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് നോക്കുകയാണ്, ഇവന്മാരും ആരുടെ ഇതെന്ന് പറഞ്ഞു. ഒരു 10-40 പിള്ളേര് കോട്ടയം ടൗണിൽ കൂടി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയി അപ്പൊ ഞങ്ങൾ പറയും, നിങ്ങൾ സീനിയേഴ്സ് എല്ലാം പറയുന്നുണ്ട്, ഇവന്മാരെ സപ്പോർട്ട് ചെയ്യണമല്ലോ. അങ്ങനെ പോയി അവിടെ BCM കോളേജിന്റെ ഗേൾസ് ഒക്കെ താമസിക്കുന്ന ഒരു ഹോസ്റ്റലുണ്ട്. അപ്പൊ അതുവഴി ഇവർക്ക് പോകണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിലുള്ള പല ആൾക്കാരുടെയും ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. അപ്പൊ അവരെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുവഴി അങ്ങനെ കയറി BCM കോളേജിലെ ഗേൾസ് ഹോസ്റ്റൽ അതുവഴി ഈ ജാഥ വന്ന് മനോരമയുടെ ജംഗ്ഷന്റെ അവിടെ വന്ന് വലിയൊരു സമ്മേളനമൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് മനോരമയിൽ ആൾക്കാരെല്ലാം ഓടി വന്നു. ക്യാമറാമാൻമാർക്ക് ഓടി വന്നിട്ട് ഇവരുടെ ഫോട്ടോ എടുക്കുക. കാര്യം ഒന്നുണ്ട്, പിറ്റേ ദിവസത്തെ പേപ്പർ, മനോരമ പേപ്പറിനകത്ത് ഫ്രണ്ട് പേജില് ഈ ന്യൂസ് വന്നു, സൂര്യഗ്രഹണം മാറ്റിവെക്കുക, CMS കോളേജിലെ സ്റ്റുഡൻസ് സമരത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു
അത് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഓർക്കുന്ന വലിയൊരു സംഭവമാണ്. അങ്ങനെ ധാരാളം അനുഭവങ്ങൾ സീമൻസ് കോളേജിനെ കുറിച്ച് ഓർക്കുമ്പോഴുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്നും ഓർക്കുന്ന എന്നും നല്ല സ്മരണകൾ തരുന്ന ഒരു അനുഭവമാണ് സീമൻസ് കോളേജ് എന്ന് പറയുന്നത്. വൈബ്രന്റ് ക്യാമ്പസ്, the great hall, the long corridors, and especially lovers path. എല്ലാവർക്കും വളരെയേറെ നല്ല ഫീലിംഗ് ആയിരുന്നു. നമ്മൾ ഏത് ലോകത്തിന്റെ ഏത് ഭാഗങ്ങളായാലും ഏത് അവസ്ഥയിലായാലും സീമൻസ് എന്ന് പറയുന്നത്, സീമൻസിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനമാണ്. തീർച്ചയായിട്ടും അമേരിക്കയിലാണെങ്കിലും പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വൈഫും സീമൻസ് കോളേജിൽ പഠിച്ചതാണ്. പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ പലപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. സീമൻസിലെ പഴയ കാര്യങ്ങളൊക്കെ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ കൂടുവാനായിട്ട് സാധിച്ചതിൽ അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തതിനുള്ള നന്ദി പ്രത്യേകിച്ച് ചിറ്റിയോടും സകരാമൻ സാറിനോടും അറിയിക്കുന്നു. എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുക എന്നുള്ളതാണ്. സമയം അതിക്രമിച്ചുകൊണ്ട് ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പോകുന്നില്ല. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട റോബി സാറ് ഞാൻ അവിടെ പഠിപ്പിക്കുന്ന സമയത്താണ് MCOM പഠിക്കാനായിട്ട് വന്നത്. പിന്നെ ഞങ്ങൾ പിന്നെ PG ഹോസ്റ്റലില് പിന്നെ റൂംമേറ്റ്സ് ആയിരുന്നു. അങ്ങനെ കുറെ നാളങ്ങനെ പുള്ളിയെ അറിയാമായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് അവിടെ സാറായിരുന്നു, പിന്നെ പ്രിൻസിപ്പൾ ആയിരുന്നുള്ളവരൊക്കെ അറിഞ്ഞു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട റോയ് സാറിനുള്ള പ്രത്യേക നന്ദി. സെലിബ്രേഷൻ പ്രസംഗങ്ങൾ നടത്തിയ ബഹുമാനപ്പെട്ട ദീപു ജോൺ അച്ഛൻ, ഐസോക്കച്ചൻ, ബാബുക്കുട്ടി, അതുപോലെ തന്നെ ജോൺ ചാക്കോ എന്നുള്ള പ്രത്യേക നന്ദിയും അറിയിക്കുന്നു. സാർ പറഞ്ഞതുപോലെ തന്നെ ഈ മീറ്റിംഗ് ഈ അലുമിനി പ്രോഗ്രാംസ് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുടെയും പ്രത്യേക സഹകരണം പ്രതീക്ഷിക്കുന്നു. വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ ഒന്ന് കൂടി പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾ ഒന്നുകൂടെ ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ അനുഭവങ്ങൾ പങ്കിടുവാനുള്ള അവസരം വീണ്ടും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഓണം, ക്രിസ്മസ് അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഒരുമിച്ച് കൂടാനായിട്ട് സാധിക്കും. അതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഹോളും കാര്യങ്ങളും തന്ന സെന്റ് തോമസ് ചർച്ച് EBയോടും ചർച്ചിനോടുള്ള പ്രത്യേക ചുമതലയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗിന്റെ അവസാന ഭാഗത്തോടെ നമുക്ക് എത്തിച്ചേരുകയാണ്. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം കൂടാമെന്ന് വിചാരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ബാബുക്കുട്ടി പറഞ്ഞതുപോലെ നമ്മുടെ ഈ മാർത്തോമയിലെ മാർത്തോമ സഭയുടെ തിരുമേനി സീമൻസ് കോളേജിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇനി തിരുമേനി ഈ സമയത്ത് ഇവിടെ കാണാൻ വരുമ്പോൾ നമുക്ക് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിന് നിങ്ങളുടെ ഒരു സഹകരണം ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഈ ക്ഷണം സ്വീകരിച്ചു തന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ഞാൻ നന്ദി പറയുന്നു. നമുക്കിപ്പോൾ ഷൈനി പ്രാർത്ഥിക്കുന്നതും അച്ഛൻ്റെ ആശീർവാദത്തോടും കൂടി ഈ മീറ്റിംഗ് അവസാനിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായിട്ട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ് ദൈവമേ, ഈ സന്ധ്യാസമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ വന്നിരിപ്പാൻ തക്കോണം, CMS കോളേജ് അലുമിനിയായിട്ട് വന്നിരിപ്പാൻ തക്കോണം കർത്താവെ ഒരു സാവകാശം തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ പകലത്തെ അധ്വാനത്തിന് ശേഷം ദൈവമേ ഞങ്ങളെ സുഖത്തോടും ക്ഷേമത്തോടും കാത്തു പരിപാലിച്ച വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. സംഭവ ബഹുലമായിട്ടുള്ള ഒരു ദിവസം കൂടി ഞങ്ങളിൽ നിന്ന് കടന്നു പോകുമ്പോൾ കർത്താവെ അവിടുത്തെ ചിറകിൻ കീഴിൽ ഞങ്ങളെ സൂക്ഷിച്ചതിനായിട്ട് ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വന്നിച്ചേർന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ അധ്യക്ഷ സ്ഥാനം എടുത്ത് ഞങ്ങളുടെ ദീപു അച്ഛനെയും റോയ് സാറിനെയും പ്രകാശ് അച്ഛനെയും മറ്റ്
ഇതിനെ ഓർഗനൈസ് ചെയ്ത സക്രിയ സാറിനെയും ടിറ്റിയെയും മറ്റ് വന്നു ചേർന്ന എല്ലാവരെയും പേരുപേരുമായിട്ട് വ്യക്തികളായിട്ട് കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കാത്ത് പരിപാലിച്ച് അനുഗ്രഹിച്ച് നടത്തിക്കാട്ട് ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന കർത്താവെ ദൈവമേ, ഇനി ഞങ്ങൾ വന്നു ചേരുമ്പോൾ കൂടി വരുന്നിടം വരെ അവിടുത്തെ തിരുകൃപയിൽ ഞങ്ങളെ മറച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. രോഗത്താലും ഭാരത്താലും ഒക്കെയും വിഷമിക്കുന്നവരെ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ സഹജീവികളായിട്ട് കർത്താവ്, ഞങ്ങളുടെ അധ്യാപകരായിട്ടുള്ളവരൊക്കെയും പലരും ഈ ലോകത്തുനിന്ന് സഹപാഠികളായിട്ടൊക്കെ ഉള്ളവരൊക്കെയും ചിലരൊക്കെ ദൈവമേ ഈ ലോകത്തുനിന്ന് തന്നെ മാറ്റിപ്പൊട്ടിപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും ഒരു സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു, ഞങ്ങൾക്ക് പിരിയാത്തവനായിട്ട് ദൈവമേ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. മാനും മഹത്വവും എല്ലാം അവിടത്തേക്കുള്ളതാവുന്നല്ലോ. കർത്താവ് നല്ല അനുഭവങ്ങൾ നന്ദിയോടെ സ്വീകരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കും.